+2 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ സെക്ഷൻ 1.3യിലെ ബൈജക്റ്റീവ് ഫങ്ഷൻസ് അല്ലെങ്കിൽ വൺ ടു വൺ ആൻഡ് ഓൺ ടു ഫങ്ഷൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ബൈജക്റ്റീവ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ ഫംഗ്ഷൻ f from x to y is said to be bijective if it is both one to one and on. x ൽ നിന്നും y യിലേക്കുള്ള ഫംഗ്ഷൻ f ബൈജക്റ്റീവ് ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ആ ഫംഗ്ഷൻ വൺ ടു വൺ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ആ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കണം. അതായത് ഒരു ഫംഗ്ഷൻ വൺ ടു വണ്ണും ഓൺ ടുവും ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ വൺ ടു വൺ ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ എന്നോ വിളിക്കാം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് a equal to set 1 2 3, b equal to set 4 5 6 7 and let f equal to set ordered pair 1 4 2 5 3 6 be a function from a to b. Verify f is 1 1 and on. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തതുപോലെ നമുക്ക് ഈ ഫംഗ്ഷന്റെ ആരോ ഡയഗ്രാം വരച്ചു നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എ സെറ്റ് 1 2 3, ബി സെറ്റ് 4 5 6 7, എയിൽ നിന്നും ബിയിലേക്കുള്ള ഫംഗ്ഷൻ എഫ് സെറ്റ് ഓർഡേഡ് പെയർ 1 4 2 5 3 6. എഫിന്റെ ആരോ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലഭിക്കും. എഫ് എയിൽ നിന്നും ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. 1 4ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്, 2 5ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്, 3 6ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ വാല്യൂസിനെ നമുക്ക് ഈ രൂപത്തിലും ഡിസ്പ്ലേ ചെയ്യാം. 3 രൂപത്തിൽ ഫംഗ്ഷൻ വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ആദ്യത്തേത് ഓർഡേഡ് പെയർ വെച്ചിട്ട്, രണ്ടാമത്തത് ആരോ ഡയഗ്രാം, മൂന്നാമത്തത് ഫംഗ്ഷൻ വാല്യൂസ് വെച്ചിട്ട്. ഈ ഫംഗ്ഷൻ എഫിന്റെ ഡൊമൈൻ എയിലെ ഡിഫറന്റ് എലിമെന്റുകളായ 1 2 3 മാപ്പ് ചെയ്തിട്ടുള്ളത് കോഡൊമൈൻ ബിയിലെ ഡിഫറന്റ് എലിമെന്റുകളായ 4 5 6നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. സിൻസ് ഡിഫറന്റ് എലിമെന്റ്സ് ഇൻ എ ഹാവ് ഡിഫറന്റ് ഇമേജസ് ഇൻ ബി, therefore f is 1 to 1. അടുത്ത് ഇനി നമ്മൾ കോഡൊമൈൻ ബി ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ 4ന് പ്രീ ഇമേജ് വന്നിട്ടുണ്ട്, 5നും പ്രീ ഇമേജ് ഉണ്ട്, 6നും പ്രീ ഇമേജ് ഉണ്ട്. അതായത് 4 5 6ന് പ്രീ ഇമേജുകളാണ് 1 2 3.
എന്നാൽ ബിയിലെ എലമെന്റായ 7ന് പ്രീ ഇമേജ് വന്നിട്ടില്ല. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ കോഡൊമൈനിലെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജുകൾ ഉണ്ടായിരിക്കണം. ഈ ക്വസ്റ്റ്യനിൽ കോഡൊമൈൻ ബിയിലെ 7 എന്ന എലമെന്റിന് പ്രീ ഇമേജ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. Since the element 7 in B has no pre-image in A, therefore F is not onto. ഈ ഫംഗ്ഷൻ ഓൺ ആണ്, പക്ഷെ ഓൺ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് അല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Show that the function f from capital N to capital N given by f of x equal to 2x is 1 but not onto. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് n-ൽ നിന്നും n-ലേക്കാണ്. n എന്നാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ f of x equal to 2x എന്നാണ്. അതായത് എക്സിനെ 2x-ലേക്ക് മാപ്പ് ചെയ്യും. ഇതിന്റെയും ആരോ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഇവിടെ n-ൽ നിന്നും n-ലേക്കുള്ള ഫംഗ്ഷൻ ആണ് f. f-ന്റെ ഡെഫിനിഷൻ f of x equal to 2x എന്നാണ്. x എലമെന്റ് ഓഫ് ക്യാപിറ്റൽ N ആയതുകൊണ്ട് x-ന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് 1, 2, 3 എക്സെട്ര. ഇവിടെ x-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ f വാല്യൂ നമുക്ക് കിട്ടുന്നത് 2 into 1 2 എന്നായിരിക്കും. x-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ f of 2 equal to 2 into 2 4 എന്ന് കിട്ടും. x-ന് 3 കൊടുത്താൽ f of 3 equal to 2 into 3 6 എന്ന് നമുക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് ഈ രൂപത്തിലായിരിക്കും. f of 1 equal to 2, f of 2 equal to 4, f of 3 equal to 6, f of 4 equal to 8, etc. ഈ ഫംഗ്ഷൻ വാല്യൂസ് വെച്ച് നമ്മൾ ആരോ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ ലഭിക്കും. f of 1 equal to 2 ആയതിനാൽ 1-ൽ നിന്നും 2-ലേക്ക് ആരോ മാർക്ക് വരയ്ക്കുക. f of 2 equal to 4 ആയതിനാൽ 2-ൽ നിന്നും 4-ലേക്ക് ആരോ മാർക്ക് വരയ്ക്കുക. ഇതുപോലെ നമുക്ക് ഓരോ എലിമെന്റുകളെയും മാപ്പ് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ സെറ്റ് അല്ലെങ്കിൽ ഡൊമൈൻ n ആണ്. അതുപോലെ കോഡൊമൈനും n ആണ്. ഡൊമൈനും കോഡൊമൈനും സെയിം ആണ് ഈ പ്രോബ്ലത്തിൽ. രണ്ടും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി നമ്മൾ ഈ ആരോ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഡൊമൈൻ n-ലെ ഡിഫറന്റ് എലമെന്റുകൾ കോഡൊമൈൻ n-ലെ ഡിഫറന്റ് എലമെന്റുകളുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 ആയി. Since different elements in the domain n have different images in the codomain n, therefore f is 1 to 1. അടുത്തതായി കോഡൊമൈൻ n ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ഈവൻ നമ്പേഴ്സ് ആയ 2, 4, 6 എന്നിവയ്ക്ക് മാത്രമേ പ്രീ ഇമേജുകൾ ഉള്ളൂ. ഓഡ് നമ്പേഴ്സ് ആയ 1, 3, 5 എക്സെട്ര എന്നിവയ്ക്ക് പ്രീ ഇമേജുകൾ വന്നിട്ടില്ല. എല്ലാ കോഡൊമൈനിലെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജുകൾ ഉണ്ടെങ്കിലേ ആ ഫംഗ്ഷൻ ഓൺ ടു ആകുകയുള്ളൂ. ഇവിടെ ഓഡ് നമ്പേഴ്സിന് പ്രീ ഇമേജുകൾ ഇല്ലാത്തത് കൊണ്ട്
ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു എലമെന്റിന് പ്രീ ഇമേജ് ഇല്ല എങ്കിൽ അത് ഓൺ ടു അല്ല എന്ന തരത്തിൽ എഴുതിയാൽ മതി. സിൻസ് ദ എലമെന്റ് 1 in the codomain n has no pre-image in the domain n, therefore f is not on. അപ്പോൾ n ൽ നിന്നും n ലേക്കുള്ള ഫംഗ്ഷൻ f, അതായത് f of x equal to 2x 1 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. Show that the function f from R to R given by f of x equal to 2x is 1 1 and on. തൊട്ടു മുന്നേ ചെയ്ത പ്രോബ്ലത്തില് ഡൊമൈനും കോഡൊമൈനും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു. ഈ പ്രോബ്ലത്തില് ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ ഏതൊരു വ്യത്യാസവുമില്ല, f of x equal to 2x തന്നെയാണ്. പക്ഷേ ഫംഗ്ഷന്റെ ഡൊമൈനും കോഡൊമൈനും നാച്ചുറൽ നമ്പേഴ്സിന് പകരം റിയൽ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെ മാറ്റം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങളെല്ലാം ഡിസ്ക്രീറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ആരോ ഡയഗ്രാം നമുക്ക് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റി. എന്നാൽ ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ആരോ ഡയഗ്രാം വരയ്ക്കുന്ന രീതി പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. വേറെയും ഒരുപാട് മെത്തേഡുകളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കിതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. ആദ്യം 1 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് അറിയണം. ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടി ഓർക്കാം. എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഫംഗ്ഷൻ f 1 1 ആകണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: f of x1 equal to f of x2 implies x1 equal to x2 ആയിരിക്കണം. നമുക്ക് തന്നിട്ടുള്ള ഈ പ്രോബ്ലത്തില് ഡൊമൈനും കോഡൊമൈനും ആറാണ്. അതായത് നമ്മളെ ഡെഫിനിഷനിലെ എക്സിനും വൈക്കും പകരം തന്നിട്ടുള്ളത് പ്രോബ്ലത്തില് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആറാണ്. ഡെഫിനിഷനില് f of x1 equal to f of x2 എന്നെടുത്താൽ x1 equal to x2 എന്ന് തെളിയിക്കണം. x1 ഉം x2 ഉം ഡൊമൈൻ എക്സിലെ എലമെന്റ് ആണ്. അതുപോലെ നമ്മുടെ പ്രോബ്ലത്തിലെ ഡൊമൈൻ ആറിലെ രണ്ട് എലമെന്റുകൾ x എടുക്കാം. അതിന് നമുക്ക് x1 എന്നും x2 എന്നും പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ലെറ്റ് x1 x2 element set of real numbers are, then f of x1 equal to f of x2 implies, നമ്മുടെ ക്വസ്റ്റ്യനില് എഫിന്റെ ഡെഫിനിഷൻ f of x equal to 2x എന്നാണ്. അതുപോലെ f of x1 equal to 2x1 ആയിരിക്കും, f of x2 equal to 2x2 ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം f of x1 equal to f of x2 implies f of x1 ന് പകരം 2x1 ഉം f of x2 ന് പകരം 2x2 എന്നും കൊടുക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 വന്നതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലും 2 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ x1 equal to x2 എന്ന് ലഭിക്കും. ഇവിടെ നമ്മുടെ 1 1ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു.
അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. ഹെൻസ് f is 1 to 1. ഇനി നമുക്ക് ഓൺഡുവിലേക്ക് പോകാം. ഓൺഡു ചെയ്യുന്നതിന് മുന്നേ ഓൺഡുവിന്റെ ഡെഫിനിഷൻ നമുക്ക് ഒന്ന് ഓർക്കാം. ഓൺഡുവിന്റെ ഡെഫിനിഷൻ ഇതാണ്: f from x to y is onto if for y element y there exists x element x such that f of x equal to y. കോഡൊമൈൻ y-യിലെ ഒരു എലമെന്റ് സ്മാൾ ലെറ്റർ y എന്നാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമൈൻ x-ലെ ഒരു എലമെന്റ് സ്മാൾ ലെറ്റർ x കണ്ടുപിടിക്കുകയും ആ x-നെ f കൊണ്ട് മാപ്പ് ചെയ്താൽ y എന്ന് ലഭിക്കുകയും വേണം. ഇതാണ് ഓൺഡുവിന്റെ ഡെഫിനിഷൻ. നമ്മുടെ പ്രോബ്ലത്തില് ഡൊമൈൻ x-നും കോഡൊമൈൻ y-ക്കും പകരം തന്നിട്ടുള്ളത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് R ആണ്. ഡൊമൈനും റേഞ്ചും സെയിം, ഡൊമൈനും കോഡൊമൈനും സെയിം സെറ്റ് R ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എടുക്കേണ്ടത് കോഡൊമൈനിലെ ഒരു എലമെന്റ്. നമ്മളെ പ്രോബ്ലത്തിൽ കോഡൊമൈൻ R ആണ്. അപ്പൊ കോഡൊമൈൻ R സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലെ ഒരു എലമെന്റ് നമുക്ക് എടുക്കാം y. ലെറ്റ് y എലമെന്റ് R the set of real numbers. അപ്പോൾ y R-ലെ എലമെന്റ് ആയതുകൊണ്ട് തന്നെ y-യും ഒരു റിയൽ നമ്പർ ആയി. Then നമ്മുടെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം y equal to f of x. y equal to f of x ആണെങ്കിൽ നമുക്കറിയാം f of x ന്റെ വില 2x ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം y equal to 2x. ഇതിൽ നിന്നും x കണ്ടെത്തുകയാണെങ്കിൽ x equal to y by 2 എന്ന് ലഭിക്കും. y ഒരു റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ y by 2 ഒരു റിയൽ നമ്പർ ആയിരിക്കും. y by 2 റിയൽ നമ്പർ ആയതുകൊണ്ട് y by 2 എലമെന്റ് ഓഫ് R ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ലഭിച്ചത് കോഡൊമൈൻ R-ലെ ഒരു എലമെന്റ് y എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു x കണ്ടെത്തി, ആ x ഡൊമൈൻ R-ലെ എലമെന്റ് ആണെന്ന് ലഭിച്ചു. അടുത്ത പാർട്ടിൽ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ലഭിച്ച x-നെ f കൊണ്ട് മാപ്പ് ചെയ്താൽ y ലഭിക്കണം. x-നെ നമുക്ക് f കൊണ്ട് മാപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ f of x equal to f of x-ന്റെ വില നമ്മൾ കണ്ടുപിടിച്ചത് y by 2 ആണ്. x-ന് പകരം y by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ f of x equal to f of y by 2 എന്ന് കിട്ടും. ഇനി നമുക്ക് f-ന്റെ ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുള്ളത് f of x equal to 2 into x എന്നാണ്. അങ്ങനെയാണെങ്കിൽ f of y by 2 equal to 2 into y by 2 എന്ന് എഴുതാം. ഇവിടെ 2 2 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് y എന്ന് ലഭിക്കും. y-ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ x കണ്ടെത്തി, x-നെ f കൊണ്ട് മാപ്പ് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം എടുത്ത y തന്നെ ലഭിക്കുകയും ചെയ്തു. ഹെൻസ് f is 1 2. ഇവിടെ നമുക്ക് ലഭിച്ചത് f 1 1 ആണെന്നും 1 2 ആണെന്നും കിട്ടി. ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. അപ്പോൾ f of x equal to 2x എന്ന ഫംഗ്ഷൻ n-ൽ നിന്നും n-ലേക്കാണെങ്കിൽ അത് ബൈജക്റ്റീവ് അല്ല. R-ൽ നിന്നും R-ലേക്കാണെങ്കിൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. ഇതിൽ നിന്നും ഡൊമൈനും കോഡൊമൈനും റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫംഗ്ഷനെ നമുക്ക് 1 1 ഉം 1 2 ഉം ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. തുടർന്ന് വരുന്ന പ്രോബ്ലങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.